ഗൈസ്, നമുക്ക് സിംഗപ്പൂരിൻ്റെ ഏത് കോർണറിൽ പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാനുണ്ടാവും കേട്ടോ. ഞാൻ ഇന്ന് പോകുന്നതൊരു ബീച്ചിലാണ്. കാണിച്ചു തരാം. ബീച്ചിലോട്ട് പോണ വഴിക്ക് നമുക്ക് ഒരുപാട് ഹോക്കർ സെൻറ്റർ കാണാൻ പറ്റൂട്ടാ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോക്കർ സെൻറ്റർ നമ്മുടെ നാട്ടിലെ തട്ടുകട സെറ്റപ്പ് ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് തട്ടുകട സെറ്റപ്പാണ് ഈ ഹോക്കർ സെൻറ്റർ. നമുക്ക് ഈ ഹോക്കർ സെൻറ്ററിൽ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റൂട്ടാ. നമ്മുടെ മാത്രം കുസനല്ല, ബീച്ചിലോട്ട് പോണ വഴിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഇതിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഏകദേശം ഒരു ഗോവ വന്ന ഫീലിംഗ് ഒക്കെ ഇല്ലേ. എൻ്റെ ലൈഫിൽ ഞാൻ ബീച്ച് എക്സ്പ്ലോർ ചെയ്തേക്കണം ഗോവ ആയതുകൊണ്ടാണ് ഞാൻ ഗോവ പറഞ്ഞത്. ഈ ഗോവയിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഇങ്ങനെ കോസ്റ്റ്യൂംസ് ഒക്കെ മേടിക്കാൻ കിട്ടില്ലേ, ആ ഒരു ഫീലിങ്സ് അല്ലേ. നമ്മളങ്ങനെ ഫൈനലി ആ ബീച്ച് എത്തി ഗൈസ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീച്ചിന്റെ പേര് ഈസ്റ്റ് കോസ്റ്റ് പാർക്ക് എന്നാണ് കേട്ടോ. ഇത് ബീച്ച് പ്ലസ് ഒരു പാർക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഇവിടുത്തെ വ്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ വീക്കെൻഡ്സിലും ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്യാതറിംഗ് നടക്കുന്ന ഒരു സ്ഥിരം സ്പോട്ടാണിത്. ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മളെ ഫാമിലിയൊക്കെ വിട്ട് ഒറ്റക്കൊക്കെ മാറി നിൽക്കുമ്പോഴേക്കും ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്കൊരു സന്തോഷമാണ്. ഒരു ഫാമിലി ഗ്യാതറിങ്സും അല്ലെ ഫ്രണ്ട്സ് ഗ്യാതറിങ്ങും അവരുടെ എന്റർടൈൻമെന്റും ഭയങ്കര രസമുണ്ടാ. സെയിം ടൈം നമ്മുടെ വീട്ടുകാരെ നമ്മൾ മിസ് ചെയ്യോട്ടാ, അതൊരു വലിയ കാര്യമാണ്. ഈ ബീച്ചിന്റെ ഈ ഒരു സൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ബീച്ചാന്നേ പറയില്ല. ഒരു സൈഡിൽ കടലും മറ്റേ സൈഡിൽ ഒരു കൊടും വനം. നോക്കിയേ ഗൈസ്, എന്തായാലും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകാനും കുറച്ചും കൂടെ നമ്മൾ റിലാക്സ് ആകാനും ഈ ഒരു സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഈ സിംഗപ്പൂർ വന്നിട്ട് ഇവിടെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ വന്നോട്ടാ.